ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് സന്തോഷമായിട്ടോ. അപ്പോൾ അവരെ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ എനിക്കും സന്തോഷമായി. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നന്ദി പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചു തരുന്നത് പച്ചരി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് ഇടുമെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. 1-2 ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പം ഞാനതൊന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനൊരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാക്കണം, കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി, ഉണക്കമുളകില്ലേ, അതും കൂടിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി കേട്ടോ. പക്ഷേ എങ്കിൽ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് എപ്പോഴും ഉണക്കമുളകാണ്. അപ്പോൾ അത് ചേർക്കാൻ ശ്രമിക്കുക, അപ്പോൾ ഒന്നുകൂടിയും ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ചെറിയ ഉള്ളിയും ഉണക്കമുളകും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ വെളിച്ചെണ്ണയൊക്കെ ഒരുപാട് ഒഴിക്കണമെങ്കിൽ ഒഴിക്കുക കേട്ടോ. അതേപോലെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആവും. പിന്നെ അതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എത്രയെന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കൂലേ, അതേ അളവ് തന്നെയാണ് കേട്ടോ ഇതിൽ എനിക്ക് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം ഒരു പ്രാവശ്യം അളന്ന് വെച്ച് നോക്കി, എന്നിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സാധാരണ ഞാൻ ഒരു ഒരു കമ്മട്ടത്തിലാണ് വെക്കലാണ് കേട്ടോ. ഇന്നിപ്പോൾ അളന്നൊന്ന് വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ അതിലേക്ക് ഒരു പിടി നാളികേരവും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ലോ ഫ്ലെയിം ആക്കി, ഏറ്റവും ലോ ഫ്ലെയിം ആക്കിയിട്ട് 2 വിസിൽ അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആ 2 വിസിലടിച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ആക്കിയിട്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ആവി എപ്പോഴാണോ പോണത് അത് കഴിഞ്ഞിട്ട് തുറന്ന് വെച്ചാൽ മതി കേട്ടോ. തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ കിടന്നിട്ട് അത് എമ്മിൽ കിടന്നിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വേവുമല്ലോ, അപ്പോൾ കറക്റ്റ് വേവാവും. അല്ലാതെ നമ്മൾ വേഗം ആവി കൊണ്ട് കളഞ്ഞിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും വന്നിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തുറക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 1 വിസിലും കൂടി അടിച്ചിട്ട് പെട്ടെന്ന് അത് തുറന്നെടുക്കുക. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് എന്ന് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണേ. എന്തായാലും അത് ഞാൻ അവിടെ ദമ്മിലിട്ടതിന് ശേഷം ഇതാക്കണേ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അമ്മ ഇന്ന് രാവിലെ തലേ ദിവസം കുടുംബശ്രീ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് പൈസ കൊടുക്കാൻ പറ്റിയില്ല. അപ്പം പിറ്റേ ദിവസമാണ് പൈസ കൊടുക്കണത്. അപ്പം അത് കൊടുക്കാൻ പോയതായിരുന്നു. അപ്പോൾ പൈസ വാങ്ങിയേക്കണ ചേച്ചി രാവിലെ ഓരോ കാര്യങ്ങളുണ്ട് കേട്ടോ. പാലെടുക്കാൻ പോവും, അതേപോലെ റേഷൻ കടയ്ക്ക് പോകുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓരോ കാണൂല. അപ്പം നേരത്തെ പോയാലുള്ളൂ കൊടുക്കാൻ പറ്റുക. അപ്പം അതിന് വേണ്ടി അമ്മ പോയതായിരുന്നു. അപ്പോൾ ഓരോ വർത്തമാനങ്ങൾ അങ്ങനെ പറയുകയാണ്. അപ്പം അങ്ങനെയാണല്ലോ, നേരം വെളുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വായ തുറന്നാൽ പിന്നെ കൂടൂലല്ലോ, കിടക്കോളം എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് ഞാനും അമ്മയും ഇത്തിരി നേരം കിട്ടിയ അങ്ങനെ വർത്താനം പറയുമെന്ന് പറഞ്ഞില്ലേ. പിന്നെ വർത്താനം പറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ പണി ഒരുങ്ങൂല കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ വർത്താനം പറയുന്നുണ്ട്, മുറ്റടിക്കണുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഏതായാലും വേഗം അകത്തേക്ക് കയറി. അപ്പം ആ ഒരു ഭാഗം മാത്രമേ അടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും അകത്തേക്ക് കയറി മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അടുക്കളയത്തെ പണികളൊന്നും നടക്കൂല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഭാഗം അടിക്കും, ബാക്കി അമ്മയാണ് അടിക്കലുള്ളത്. അപ്പം എന്തായാലും ഞാൻ അവിടെ അടിച്ചുവരി വന്നിട്ട് ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കി. അപ്പം കറക്റ്റ് ആയിരുന്നു കേട്ടോ. കണ്ടില്ലേ, നല്ല ഉപ്പുമാവായി കിട്ടിയിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണം വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് വെച്ച് നോക്കിയത് കേട്ടോ. നമ്മൾ കറക്റ്റായി പറഞ്ഞു തരണ്ടേ. പിന്നെ ചില പച്ചരിക്ക് വേവ് കൂടുതലുണ്ടാവും, വേവ് കുറഞ്ഞതുണ്ടാവും. അതിനൊന്നും ആരും ഇന്നൊന്നും പറയരുത് കേട്ടോ. അപ്പം എൻ്റെ പച്ചരി ഏതായാലും 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ചപ്പോൾ കറക്റ്റായി കിട്ടി. അപ്പം അടിയിലൊന്നും പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉപ്പുമാവേ വെച്ചിട്ടുള്ളൂ. തലേ ദിവസം നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് ഇത്തിരി നെയ്ച്ചോറ് ബാക്കിയുണ്ട്, ചിക്കൻ ബാക്കിയുണ്ട്. പിന്നെ ചോറ് ഉച്ചയ്ക്കൊക്കെ വെച്ചിരുന്ന കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ തിളപ്പിച്ച് ഊറ്റി കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഉള്ളിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ 3ഉം കൂടി ആയിട്ട് ഇന്നൊരു തട്ടിക്കൂട്ട് ഒപ്പിക്കലാണ്. അപ്പം അതവിടെ മാറ്റി വെച്ചു. അപ്പോഴാണ് നമ്മൾ ഉപ്പും പാത്രത്തിൻ്റെ അടപ്പ് തീക്കാണ്ട് ചാടിയിട്ടോ, എൻ്റെ കൈ തട്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് ഉരുകി എന്നുള്ളതൊക്കെ. ആ പാത്രം ഭയങ്കര ഇഷ്ടമാണ്. അച്ചാറിൻ്റെ കുപ്പിയാണ് കേട്ടോ. അത് അച്ചാറൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കുപ്പിയാണ്. നമുക്ക് ആദ്യം കടയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അച്ചാറൊക്കെ വാങ്ങിയിരുന്ന ഒരു സമയത്ത് ഉണ്ടായിരുന്ന കുപ്പിയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഏതായാലും ഉരുക്കിയതൊന്നുമില്ല. അപ്പം കണ്ണുണ്ട് കേട്ടോ അടുക്കളയിൽ. കണ്ണൻ ഓരോന്നും ഇങ്ങനെ പറയുന്നു. ഫോണിന് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒരു ഹാങ് ആവുന്ന പണിയൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ വീഡിയോ എടുക്കുമ്പോൾ അതിനൊരു ചാട്ടം പോലെയൊക്കെ എന്താന്ന് പറയാൻ നിച്ചല്ല. അപ്പം അതിന് എന്തോ ഒരു വൈറസൊക്കെ കയറിയിട്ടുണ്ട് എന്നാൾ കടയിൽ കാട്ടിയപ്പോൾ പറഞ്ഞു കേട്ടോ. അപ്പം ഇനി അതെന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ എന്തായാലും ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റേഷനരി ഞാൻ തിളപ്പിച്ചിട്ട് ആ റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനവിടെ അരിപ്പക്കൊട്ടയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തിളപ്പിച്ച ചോറ് അതിലേ ഊറ്റി വെച്ചത്. പിന്നെ ആ പാത്രം കഴുകാനൊന്നും പോയില്ല. അപ്പോൾ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്.
അപ്പം ഞാൻ ചായ എടുത്തപ്പോൾ കണ്ണൻ പറയാം അമ്മയ്ക്ക് വെള്ളം മതി, ചായ വേണ്ടാന്ന്. അപ്പോൾ ഓന് നല്ല വിശപ്പിട്ട്. അപ്പോൾ ഓന് വേഗം കൊടുക്കട്ടെ വിചാരിക്കുകയാണ്. അപ്പോൾ ഓൻ എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ ഓന് ഇത് മതി കേട്ടോ, ഉള്ളിച്ചോറ് മതി പറഞ്ഞു. ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തായാലും കുഴപ്പമില്ല കേട്ടോ, എന്തെങ്കിലും ഒരു സൈഡായിട്ട് വേണം ഇങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഏതായാലും ചിക്കൻ ഞാൻ ചൂടൊക്കെ ആക്കി അത് കഴിഞ്ഞിട്ട് ഇതാ ഓന് ചായ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോ തോന്നലാണ് കേട്ടോ. ചിലപ്പോൾ ഭയങ്കര ഡയറ്റിംഗ് ആവും, ഓൻ്റെ ഇത് പറയാൻ പറ്റൂല. ചിലപ്പോൾ ചായയൊക്കെ കുടിക്കും, ചിലപ്പോൾ ചൂടുവെള്ളമാവും, ചിലപ്പോൾ പച്ചവെള്ളമാവും. അതേപോലെ ചിലപ്പോൾ ചോറേ തിന്നൂല, കുറച്ച് ദിവസം ചോറന്നെ തിന്നൂല കേട്ടോ. അതിനു വേണ്ടി പിന്നെ കുറച്ച് ദിവസം ഇടയ്ക്ക് ചോറൊക്കെ തിന്നും, എല്ലേതും കഴിക്കും. അങ്ങനെയൊക്കെ ഓരോ തോന്നല. രാവിലെ ഭയങ്കര എക്സസൈസ് ചെയ്യലും ചിലപ്പോൾ രാവിലെ നടക്കാൻ പോകലും അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും കൃത്യമായിട്ട് കൊണ്ട് നടക്കാൻ അറിയില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ചെയ്യും. ഓന് ചിലപ്പോൾ ഒന്ന് ഞാൻ ഓവറായിട്ട് തടി കൂടി അമ്മാക്കി എന്തൊക്കെയോ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓൻ തന്നെ ഓരോന്ന് ചെയ്യും കേട്ടോ. പിന്നെ ഓനൊരു സമാധാനം വരുമ്പോൾ വീണ്ടും ഓരോന്ന് തിന്നലും കാട്ടലൊക്കെ തുടങ്ങും. ഓൻ അങ്ങനെ നടക്കണ പറഞ്ഞില്ലേ. അപ്പോൾ അത് അനുമോളൊക്കെ നീച്ച് വന്നിട്ടുണ്ട്. ഇവിടെ കൊലായ്മ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അച്ഛൻ കടയിൽ നിന്നൊക്കെ വന്ന് അച്ഛൻ ചായ കുടിക്കുകയാണ്, നന്ദു അതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പോവാൻ പുറപ്പെടുകയാണ്. ഓനൊന്ന് എക്സാം തുടങ്ങുകയാണ്. ഓൾക്ക് ക്രിസ്മസിൻ്റെ മുന്നേ ആയിട്ട് തുടങ്ങും കേട്ടോ എക്സാം. അപ്പോൾ കണ്ണൻ എവിടെയാണ് പഠിക്കണതെന്നൊക്കെ ചോദിച്ചിരുന്നു. പൂക്കോട്ടുംപാട സ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ ഓനിപ്പോൾ 7ാം ക്ലാസ്സിലാണ്. ഇനി പെട്ടിക്ക് എത്തുമ്പോൾ ഹൈസ്കൂളിലേക്ക് മാറ്റണം. ഇവിടെ പഠിക്കുന്നിടത്ത് 10ാം ക്ലാസ് വരെയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് കഴിയില്ല കേട്ടോ പറഞ്ഞയക്കാൻ. അപ്പോൾ അന്ന് ഓനെ ചേർത്തിയെന്ന ആ സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഓനെ അവിടെ ആക്കിയത്. അപ്പോൾ ഞാൻ ഈ വർഷം തന്നെ മാറ്റണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒരു 7ാം ക്ലാസ് വരെ അവിടെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. CBSE സിലബസ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിക്കലുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ സാഹചര്യമൊക്കെ മാറിയപ്പോഴാണ് നമ്മൾ അനുമോളെയും നന്ദുവിനെയൊക്കെ ഇവിടെ ആക്കിയിട്ടുള്ളത്. അന്ന് നമുക്ക് കഴിയും തോന്നിയിട്ട് അവിടെ ആക്കി, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് കഴിയൂല. അപ്പോൾ എന്തായാലും ഓനെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരുക്കോ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുളിക്കാനൊക്കെ പോയിരുന്നു. കുളി കഴിഞ്ഞ് വന്നിട്ട് വേണം ഏട്ടനൊക്കെ ചായ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരാടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇനിയും കൂടി ഒപ്പം ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് ഇവിടെ ഇതൊക്കെ കിടക്കുന്നുണ്ട്. രാവിലെ ആയാൽ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഇന്ന് കണ്ണൻ്റെ റൂം തന്നെ ഞാനാണ് വൃത്തിയാക്കിയത്. എന്താ വെച്ചാൽ അനുമോൾ ഇപ്പോൾ അമ്മേൻ്റെ അടുത്താണ് കേട്ടോ കിടക്കൽ. 1-2 കൂട്ടുകാർ പറഞ്ഞിരുന്നു അച്ഛമ്മേൻ്റെ അടുത്ത് കടത്തിക്കൂടെ അനുമോളെ എന്നുള്ളത്. അപ്പോൾ ഏതായാലും അനുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഏതായാലും ഓള് അച്ഛമ്മേൻ്റെ അടുത്താണ് കേട്ടോ കിടക്കണത്. അപ്പോൾ എന്നാൽ തന്നെ പറയുന്നുണ്ട് ശനിയും ഞായറും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വിരുന്ന് വരും കിടക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നോള് അമ്മ കിടക്കണതൊക്കെ നേരെയാക്കി വെച്ച് പോകുന്നു. കണ്ണൻ കിടക്കണത് ഞാനാണ് നേരെയാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം കേട്ടോ. 2 റൂമത്തിൽ ശരിയാക്കണം എന്നൊക്കെ ഉള്ളത്. രാവിലെ ഒക്കെ നേരം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വെക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു വേവ് എന്ന് പറയാമല്ലോ കേട്ടോ, പക്ഷെ നല്ല അടിപൊളി ചോറാണ് കേട്ടോ. തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാ ഇത്തിരി വെച്ചതാണ്. ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് കേട്ടോ 2 വെപ്പ് വയ്ക്കും. അപ്പോൾ അതാ നമ്മളെ കൊട്ടക്കൈയിലൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫസ്റ്റിൽ ആണിയുമെന്ന് ഇങ്ങനെ പോന്നിട്ടുണ്ട്. പിന്നെ 2ാമത്തെ ആണിയുമലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇനി അതിപ്പോൾ ഒന്നും ചെയ്യാനൊന്നും പറ്റൂല, പുതിയതൊന്ന് വാങ്ങണം. അപ്പോൾ എന്തായാലും എനിക്ക് കൊട്ടക്കൈയിൽ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ വാങ്ങണം. പിന്നെ അതിനെ പറഞ്ഞിട്ടും കാര്യമല്ല. അമ്മ പറയുന്നു 10-30 വർഷത്തിലേറെ പഴക്കമുണ്ടായിന്, പിന്നെ അതിനെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. അപ്പോൾ അതാ നമ്മളെ കണ്ണം എക്സാമിന് പോകാൻ ഇറങ്ങുകയാണ്. ഉച്ച വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇല്ലേന്ന് ഞാനും ഒന്ന് നോക്കിയതാണ് കേട്ടോ. ഒരു സമാധാനക്കേടാണെങ്കിൽ അവിടെ ഹാളിൽ ചെന്നിരുന്നിട്ട് ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടാവില്ല. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെയാണല്ലോ. അപ്പോൾ ഏട്ടന് ഏതായാലും പണിയൊന്നുമില്ല കേട്ടോ. കുറേ ദിവസമായി പണി ഉണ്ടായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ 2 പണി കിട്ടി. അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റോപ്പായി. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോണത് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നന്ദു ഇതാക്കണത് ഏട്ടൻ്റെ ഒപ്പം പല്ലേക്കാൻ ഇറങ്ങിയതാണ്. ഏട്ടൻ അവിടെ പല്ലേച്ചിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു അമ്മയ്ക്കും പല്ലേക്കാൻ തിരിയാൻ അച്ഛനൊപ്പം തേക്കുകയാണ് പറഞ്ഞു. പക്ഷേ അച്ഛൻ്റെ പല്ലേക്കൽ കഴിഞ്ഞിട്ട് ആള് പല്ലേക്കാൻ തുടങ്ങിയിട്ട് തന്നെ അല്ല കേട്ടോ. അപ്പം ആ തുടിക്ക് നോക്കി ഓരോ കോപ്പറാട്ടിത്തരം കാട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് പല്ലേക്കണ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അധിക ദിവസം ഞാനും അനുമോളുമാണ് തേച്ച് കൊടുക്കലുള്ളത്. അപ്പോൾ ഇന്നതാ ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് ഒരു ഒറ്റയ്ക്ക് തേക്കാനൊരു പൂതിയാണ്. അപ്പോൾ അതാ അമ്മേൻ്റെ ചായയുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അമ്മ ദാ സിങ്കിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ കൊട്ടക്കൈയിൽ കണ്ടിട്ട് അതിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരികയാണ് കേട്ടോ. അത് വാങ്ങിയതും അതിൻ്റെ പഴക്കവും ഒക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരിക. നമുക്ക് എന്ത് സാധനത്തിനും കുറേ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്തിനും നമ്മളെ വീട്ടിൽ എന്താ പറയുക, ഒരു സ്പൂണാണെങ്കിൽ പോലും അതിനൊരു ഓർമ്മകളും അതിന് പറയാനും കുറച്ച് കഥകളും ഒക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെയാവില്ലേ. അതെങ്ങനെ വാങ്ങി എങ്ങനെ കിട്ടിയെന്ന് പറയാൻ എല്ലാ കാര്യത്തിനും ഓരോ സാധനത്തിനും ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇവിടെ കേട്ടോ. എനിക്ക് എന്ത് സാധനം എടുക്കുമ്പോഴും അതല്ലെങ്കിൽ ഇന്ന ആൾ തന്നതാണ്, അല്ലെങ്കിൽ ഇന്ന ആൾ വാങ്ങി തന്നതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങിയതാണ്, അപ്പം ആ ഒരു ഓർമ്മ ഉണ്ട് വരും കേട്ടോ. പ്രത്യേകിച്ച് നമ്മളടുത്തുള്ള സാധനത്തിന് എന്തെങ്കിലും പറ്റുമ്പോൾ ഏറെ ഒരു ഓർമ്മയാണ് കേട്ടോ. അതിന് കുറേ ഓർമ്മകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ആരോടെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ എല്ലാവർക്കും ഉള്ള ചായയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഏട്ടനും അനുമോളും നന്ദും
ഞാനും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചായ കുടിക്കാൻ കേട്ടോ. അമ്മയും അച്ഛനൊക്കെ കുടിച്ചു, കണ്ണൻ പോയി. അപ്പോൾ ഇതാ ചായയൊക്കെ കൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ നന്ദുവിന് ചായയൊക്കെ പിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചായയും വെള്ളവും മുന്നിൽ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ അത് മൂന്നാളും കുടിക്കൂല. അത് കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ എപ്പോഴും അതിന് വേണ്ടി എന്നെ ചീത്തറിഞ്ഞിരുന്നു. എന്താ വെച്ചാൽ ചായയും കടിയൊക്കെ എടുത്തോണ്ട് പോകും, പക്ഷേ ആ ചായ കുടിക്കൂല, അല്ലെങ്കിൽ ചായ ചിലപ്പോൾ എടുത്തിട്ട് തന്നെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒരു സ്വഭാവമായിരുന്നു. അതേ സ്വഭാവം 3 മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൽ എനിക്ക് തോന്നുന്നത് നന്ദു ആണെന്ന് എടുത്ത് കുടിക്കുക. പക്ഷെ അനുമോളും കണ്ണനും തീരെ വെള്ളം കുടിക്കൂല, വെള്ളം കുടിക്കൽ കുറവാണ്. അപ്പം അമ്മ അതൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കും. അപ്പം ഞാൻ എപ്പോഴും പറയും കേട്ടോ, ഓർക്ക് പൊന്തൂലി അമ്മാവ ചായ ഓര് കുടിച്ചോളും എന്നൊക്കെ പറയും. പക്ഷെ അമ്മയ്ക്കൊരു പൊറുതിയേടാണ്. അപ്പം ചായയുടെയൊക്കെ കഴിഞ്ഞു, അച്ഛനും അവിടെ ഫോണുമ്പോൾ കളിച്ച് കുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അനുമോളെ പുറപ്പെടലോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദ്യം 2 ദിവസം അനുമോള് രാവിലെ കുളിച്ചിരുന്നു. ഇപ്പം 2 ദിവസമായിട്ട് വീണ്ടും വൈകുന്നേരമാണ് കുളി കേട്ടോ. ചെവി വേദന തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ മരുന്ന് ഒഴിച്ച് കൊടുക്കലാണ്. അപ്പോൾ ലച്ചു അമ്മുമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നന്ദുവിന് സ്കൂളിലേക്ക് പോകാൻ പറ്റായിട്ടേ ഓൻ ഓരോ കാര്യം ലച്ചുവിനോട് ഇങ്ങനെ ചോദിക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്കൂളിലേക്ക് പോകാനൊക്കെ കമ്പാണ്. അവിടെ എത്തുമ്പോൾ ഒരു കുറഞ്ഞൊരു സങ്കടം ഉണ്ടാവുള്ളൂ. ഞാൻ പോന്നു കഴിഞ്ഞാൽ പിന്നെ ഹാപ്പിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സ്കൂളിലേക്കൊക്കെ പോയി. പിന്നെ കുറേ സമയം ഞാൻ നന്ദുവിന് മരുന്ന് കൊടുത്തിട്ടും മോൻ്റെ ഒപ്പം കുറച്ച് സമയം ഒന്ന് കിടക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഓരോ കാര്യങ്ങൾ കാട്ടി നടന്ന് ഒന്നാമതൊന്നും അടുക്കളയിൽ വലിയൊരു ഉഷാർ എനിക്ക് തോന്നാത്തത്. കറി വെക്കാൻ നോക്കിയിട്ട് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി കാണിച്ചു തരണമെങ്കിൽ എൻ്റെ കയ്യിലൊന്നൊന്നുമില്ല. സാധാരണ നമ്മൾ വെക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊരു സങ്കടമാവില്ല എന്ന് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ പറ്റണമ്പോൾ എന്തായാലും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊരു വീഡിയോ ഇടുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കില്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു ഇടങ്ങാറാവില്ലെന്ന് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഉള്ളത് വെച്ച് തട്ടിക്കൂട്ടിയൊരു വീഡിയോ ഒന്നാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു കുമ്പളങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഇന്ന് നാൾ വെച്ച പോലെ ചെറുപയറും കുമ്പളങ്ങയും കൂടി തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അന്ന് കൂട്ടുകാർ പറഞ്ഞിരുന്നു അതിൽ കുറച്ച് നാളികേരം അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതാ ഞാൻ അന്ന് കുമ്പളങ്ങയും തക്കാളി പച്ചമുളകും ആദ്യം ചെറുപയർ വേവിച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയും ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് അരവൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇന്ന് വറക്കണമൊന്നുമില്ല, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ 2ാമതും 3ാമതും ഒന്നുമില്ലെന്ന്. ഉപ്പേരിക്കായാലും മീനും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് എന്തെങ്കിലുമൊക്കെ മുട്ടയോ മീൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം. അപ്പം ഇന്ന് ഉച്ചയ്ക്കത്തെ കറി എന്ന് പറയാൻ ഇതന്നെയാണ്. അപ്പം എന്നും ഒരുപോലെ ആവില്ലല്ലോ അല്ലേ, ഓരോ ദിവസം ഓരോ പോലെ ആയിരിക്കും. അപ്പോൾ അതാകണം ഒരു ഇത്തിരി ജീരകവും 2 ഉള്ളി ഇട്ടിട്ട് നാളികേരം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നാളികേരം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നന്ദു കൈ കെട്ടിയപ്പോൾ കുറച്ച് നാളികേരം കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെയും വന്നിട്ട് കൈ നീട്ടുകയാണ്. അപ്പോൾ ഞാൻ അതിൽ വെള്ളം പറഞ്ഞിരുന്നു, എന്നാലും അതിന് മതിയം പറഞ്ഞിട്ട് ഓന് കുറച്ച് കൊടുത്തു. ഇപ്പോൾ നന്ദു ഇവിടെ ഉള്ളതുകൊണ്ട് സാവകാശ പണികളൊക്കെ ഒരുങ്ങുള്ളൂ കേട്ടോ. അവൻ്റെ ഇഷ്ടങ്ങൾക്കൊക്കെ നിൽക്കണം, ഇല്ലെങ്കിൽ അവനൊരു കുറുമ്പാണ്. ഒറ്റയ്ക്കായിട്ട് ഭയങ്കര ബോറടിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് സ്കൂളിലേക്ക് പോകണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ നാളെ സ്കൂളിലേക്ക് ഒന്ന് പറഞ്ഞയക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണ അച്ചയ്ക്ക് കുറച്ച് വഴുതനങ്ങ ആരോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കാണെങ്കിൽ ഇപ്പം ഇന്ന് ഉപ്പേരി വെക്കാനായി. അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഇത് ഉപ്പേരി വെക്കണില്ല, അന്ന് ഈ കറി മാത്രം മതി എന്ന് വിചാരിച്ചു. അപ്പം ഇല്ലയെന്ന് വിചാരിച്ചപ്പോൾ കിട്ടിയതാണ് ഈ ഒരു സാധനം. അപ്പം എന്തായാലും ഉച്ചയ്ക്കുള്ള ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. താങ്ക്